ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പോളിടെക്നിക് ലാറ്ററൽ എൻട്രി പ്രവേശനവുമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് പ്രകാരം കൗൺസിലിംഗ് കഴിഞ്ഞ കുട്ടികളും അതുപോലെ തന്നെ ഇതുവരെയും അപേക്ഷ സമർപ്പിക്കാത്തവർക്കും ഇപ്പോൾ നടക്കാൻ പോകുന്ന സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിലവിലുള്ള ഒഴിവുകൾ നികത്തുന്നതിനായിട്ടാണ് സ്പോട്ട് അഡ്മിഷൻ നടക്കാൻ പോകുന്നത്. ജൂൺ 20 മുതൽ ജൂൺ 23 വരെയാണ് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ ആ ഒരു സ്പോട്ട് അഡ്മിഷനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ചെക്ക് ചെയ്യാം. 2025-26 അധ്യയന വർഷത്തിലെ സംസ്ഥാനത്തെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സർക്കാർ എയ്ഡഡ്, സർക്കാർ കോസ്റ്റ് ഷെയറിംഗ് ആയ IHRD, KEIP, LBS, പിന്നെ സ്വാശ്രയ പോളിടെക്നിക് കോളേജുകളിലെ പോളിടെക്നിക് ഡിപ്ലോമ 2ാം വർഷത്തിലേക്ക് നേരിട്ടുള്ള ലാറ്ററൽ എൻട്രി പ്രവേശനത്തിൻ്റെ സ്പോട്ട് അഡ്മിഷൻ ജൂൺ 20 മുതൽ 23 വരെ അതാത് പോളിടെക്നിക് സ്ഥാപനങ്ങളിൽ വെച്ച് നടക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് അതാത് പോളിടെക്നിക്കിൽ വെച്ചായിരിക്കും. അപേക്ഷകർ www.polyadmission.org/let എന്ന വെബ്സൈറ്റിൽ ഞാൻ ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് വെബ്സൈറ്റിലേക്ക് വരാവുന്നതാണ്. പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഷെഡ്യൂൾ പ്രതിപാദിച്ചിരിക്കുന്ന സമയക്രമം അനുസരിച്ച് സ്ഥാപനത്തിൽ നേരിട്ട് ഹാജരാകണം. അപ്പോൾ ഈ ഒരു അഡ്മിഷൻ ഷെഡ്യൂൾ വരുന്നത് ജൂൺ 18-ാം തീയതിയോടെ ആയിരിക്കും. അപ്പോൾ 18 മുതൽ അഡ്മിഷൻ ഷെഡ്യൂൾ വരുമെന്നാണ് ഇവർ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഡെയിലി ഈ ഒരു വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ അഡ്മിഷൻ ഷെഡ്യൂൾ വരും. ആ ഒരു അഡ്മിഷൻ ഷെഡ്യൂളിൽ പറയുന്ന റാങ്കുകാർ ആ പറയുന്ന സമയങ്ങളിലാണ് ഈ ഒരു സ്പോട്ട് അഡ്മിഷന് ഹാജരാകേണ്ടത്. അത് നിങ്ങൾ നിർബന്ധമായും മനസ്സിലാക്കണം. കാരണം ആ ഒരു പറയുന്ന സമയത്ത് തന്നെ നിങ്ങളവിടെ ഹാജരായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, സ്പോട്ട് അഡ്മിഷനിൽ അപേക്ഷകന് പുതിയ ഓപ്ഷനുകൾ നൽകാം. നിലവിൽ അഡ്മിഷൻ ലഭിച്ചവരിൽ നിങ്ങൾക്ക് ഓൾറെഡി അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്ഥാപന മാറ്റമോ, നിങ്ങൾക്ക് പോളിടെക്നിക്ക് മാറ്റമോ, ബ്രാഞ്ച് മാറ്റമോ, ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ബ്രാഞ്ച് മാറ്റി വേറൊരു ബ്രാഞ്ച് വേണമെങ്കിൽ അങ്ങനെ ബ്രാഞ്ച് മാറ്റമോ ആഗ്രഹിക്കുന്നവർക്കും പുതിയതായി അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാം. ഓക്കെ, ഇനി ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്തവർക്കും ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതായത് ഒഴിവുകൾ നികത്തുന്നതിനായി നിലവിലെ റാങ്ക് ലിസ്റ്റിലെ അപേക്ഷകരുടെ അഭാവത്തിൽ നിലവിൽ അപേക്ഷ സമർപ്പിച്ചിട്ടില്ലാത്തവർക്കും പുതിയതായി അപേക്ഷിക്കാം. പുതിയതായി അപേക്ഷ സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു വെബ്സൈറ്റ് വഴി വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങൾ ഫീസ് അടച്ച് കാൻഡിഡേറ്റ് ലോഗിൻ വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അങ്ങനെ അപേക്ഷ സമർപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 19 വരെയാണ്. അത് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്തവർക്ക് വേണ്ടിയുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓൾറെഡി അപേക്ഷ സമർപ്പിച്ചവർ ഇനി ഇവിടെ വരാൻ പോകുന്ന അഡ്മിഷൻ ഷെഡ്യൂൾ പ്രകാരം നിങ്ങൾ സ്പോട്ട് അഡ്മിഷന് പങ്കെടുത്താൽ മതിയാകും. ഓക്കെ, ഇനി മനസ്സിലാക്കേണ്ടത് നിലവിലുള്ള റാങ്ക് ലിസ്റ്റിലേക്ക് പുതിയതായി ലഭിക്കുന്ന അപേക്ഷകൾ കൂടി ഉൾപ്പെടുത്തി പ്രവേശന നടപടികൾ പൂർത്തീകരിക്കും. നിലവിൽ ലഭ്യമായ ഒഴിവുകൾ പോളിടെക്നിക് കോളേജ് അടിസ്ഥാനത്തിൽ വെബ്സൈറ്റിൽ വേക്കൻസി പൊസിഷൻ എന്ന ലിങ്ക് വഴി മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ നിങ്ങളുടെ അഡ്മിഷൻ ഷെഡ്യൂൾ ചെക്ക് ചെയ്യുക. ഈ ഒരു വെബ്സൈറ്റിൽ അത് വരും. ആ ഷെഡ്യൂൾ ചെക്ക് ചെയ്ത് അതിൽ പറഞ്ഞിരിക്കുന്ന റാങ്കുകാർ, അതിൽ പറഞ്ഞിരിക്കുന്ന സമയത്ത് ഏത് പോളിടെക്നിക്കിലാണോ നിങ്ങൾ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു പോളിടെക്നിക്കിൽ നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷന് പങ്കെടുക്കാവുന്നതാണ്. ഓക്കെ, അതിൽ പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളവിടെ ഹാജരായിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അവിടെ വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വേക്കൻസി പൊസിഷൻ ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങളവിടെ അഡ്മിഷന് പങ്കെടുക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീസ് അടച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കോഴ്സുകളിൽ വല്ലതും ജോയിൻ ചെയ്ത കുട്ടികളാണെങ്കിൽ ഇപ്പോൾ TC ഒന്നും മേടിക്കേണ്ട. നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചതിന് ശേഷം, അതായത് ഈ സ്പോട്ട് അഡ്മിഷൻ ലഭിച്ചതിന് ശേഷം നിങ്ങൾക്ക് TC ഹാജരാക്കാനുള്ള സമയം അനുവദിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോളിടെക്നിക്കിൻ്റെ ഹെൽപ്പ് ഡെസ്കുമായിട്ട് കോൺടാക്ട് ചെയ്ത് കൺഫേം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.